PM-ശ്രീ പദ്ധതിയിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കുള്ള പങ്ക് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജോൺ ബ്രിട്ടാസ് MP അതിനുള്ള വ്യക്തമായ മറുപടി തന്നെ കാതിൽ പറഞ്ഞു തരും. പദ്ധതിയിൽ സംസ്ഥാന സർക്കാരും കേന്ദ്രവും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിപ്പിച്ചത് കേരളത്തിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങളുടെ ചൊറിഞ്ഞുകൊണ്ടുള്ള കുശല അന്വേഷണമാണെന്നാണ് ജോൺ ബ്രിട്ടാസ് MP സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്ന ആ വിവരം. നിങ്ങൾ കേരളത്തിലുള്ള ഫണ്ട് തടയുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള നിരവധി ചോദ്യങ്ങളാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നാണ് കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസ് വ്യക്തമാക്കിയത്. ഇതാണോ കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ തനി സ്വഭാവമെന്ന് അവർ ചോദിച്ചതായി ജോൺ ബ്രിട്ടാസ് MP കുറിക്കുന്നു. അങ്ങനെ ചോദിച്ചപ്പോൾ തനിക്ക് ഉത്തരമില്ലാതെ പോയ അവസ്ഥയായി പോയെന്നും ബ്രിട്ടാസ് MP പറയുന്നുണ്ട്. നിരവധി തവണ പാർലമെന്റിലടക്കം കേരളത്തിൽ ലഭിക്കേണ്ട അർഹതപ്പെട്ട സർവശിക്ഷാ അഭിയാൻ വിഹിതം സംബന്ധിച്ച് ചർച്ചകളിൽ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. ഇക്കുറി PM-ശ്രീയുമായി ബന്ധപ്പെട്ട് SSA വിഹിതം തടഞ്ഞു വെച്ചപ്പോൾ കേന്ദ്ര ഉദ്യോഗസ്ഥരോട് ഇതേക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ കിട്ടിയ മറുപടി കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ സ്വഭാവം ഞങ്ങളെ അമ്പരപ്പിക്കുന്നുവെന്നാണ്. PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറിൽ നിന്നും കേരളം പിന്മാറാൻ തീരുമാനമെടുത്തപ്പോൾ ആ ഫണ്ട് തടയുന്നില്ലേ എന്ന് തങ്ങളുടെ ഓഫീസിലേക്ക് വിളിച്ചു ചോദിച്ചാൽ കേരളത്തിലെ നിരവധി മാധ്യമ പ്രവർത്തകരുണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഓഫീസിലെ ഒരു ഉന്നതൻ വ്യക്തമാക്കിയത്. മറ്റു സംസ്ഥാനങ്ങളിലെ മാധ്യമപ്രവർത്തകർ തങ്ങളുടെ സംസ്ഥാനത്തിന് എന്തൊക്കെ ലഭിക്കുമെന്ന് തുടരെ ചോദിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഇവിടെ അതിനെതിരെ തടസ്സം നിൽക്കുന്ന മാധ്യമപ്രവർത്തകരാണ് കേരളത്തിലുള്ളത്. കേരളത്തിനുള്ള ഫണ്ട് തടയുന്നില്ലേ അതല്ലാതെ അത് എപ്പോൾ കിട്ടുമെന്നല്ലേ ചോദിച്ചത്. കേരളത്തിലുള്ള ഫണ്ട് നിങ്ങൾ എപ്പോൾ തടഞ്ഞു വെക്കും എന്നറിയാനാണ് അവർക്ക് വ്യഗ്രത എന്നാണ് താൻ കേട്ട പരാമർശമെന്ന് ജോൺ ബ്രിട്ടാസ് MP പറയുന്നു.